UAE-യിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്കുള്ള ഇൻഷുറൻസിൽ ജൂൺ 30-നകം ചേരണമെന്ന് മാനവ വിഭവ സ്വദേശീവൽക്കരണ മന്ത്രാലയം. ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വഞ്ചനയോ തിരിമറിയോ നടത്തിയാൽ കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പരിരക്ഷയിൽ ജൂൺ 30-നകം ചേരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാനവ വിഭവ സ്വദേശീവൽക്കരണ മന്ത്രാലയം. താൽക്കാലിക കരാറിൽ ജോലിയിൽ പ്രവേശിച്ചവർക്ക് പദ്ധതിയിൽ ചേരാനാവില്ല. ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വഞ്ചനയോ തിരിമറിയോ നടത്തിയാൽ കർശന നടപടിയെടുക്കും. തൊഴിൽ രഹിത ഇൻഷുറൻസ് നടപടികളും വിതരണവും സുതാര്യവും നിയമാനുസൃതവും ആയിരിക്കണം. ഫെഡറൽ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പദ്ധതിയിൽ പങ്കാളികളാകാമെന്നും മന്ത്രാലയം അറിയിച്ചു. തൊഴിലാളി തുടർച്ചയായ 3 മാസം പദ്ധതിയുടെ ഭാഗമായിരിക്കണം. ജോലി രാജിവെച്ചവർക്ക് തുക ലഭിക്കില്ല. 90 ദിവസം അടവ് തെറ്റിച്ചാൽ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിൽ നഷ്ടപ്പെട്ടാൽ വേതനത്തിന്റെ 60% 3 മാസം വരെ നഷ്ടപരിഹാരമായി ലഭിക്കും. ഇൻഷുറൻസ് ഇനത്തിൽ ലഭിക്കുന്ന തുക ഓരോരുത്തരുടെയും വേതനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നിശ്ചയിക്കുക. തൊഴിൽ രഹിതരാകുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ പരിമിതമായ കാലത്തേക്ക് ആശ്വാസമാകുന്നതാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതി. ഇതിൽ ഭാഗമാകുന്ന തീയതി മുതൽ 1 വർഷം കഴിഞ്ഞായിരിക്കും ആദ്യ ഗഡു വിതരണം ചെയ്യുക. ന്യൂസ് 18 UAE. ഇന്ത്യയുടെയും ചൈനയുടെയും പ്രതിരോധ മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. SCO പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് രാജ്നാഥ് സിംഗ് ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിലറും ദേശീയ പ്രതിരോധ മന്ത്രിയുമായ ജനറൽ ലീ ഷാങ്ഫുവുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശങ്ങളിലെ സംഭവവികാസങ്ങളെക്കുറിച്ചും ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും 2 മന്ത്രിമാരും തുറന്ന ചർച്ചകൾ നടത്തി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും അതിർത്തികളിൽ സമാധാനം നിലനിർത്തുന്നതിനും മുമ്പ് ആയിട്ടുള്ള കൂടിക്കാഴ്ചയാണ് നടന്നത്. നിലവിലുള്ള ഉഭയകക്ഷി കരാറുകൾക്ക് അനുസൃതമായി LACയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് ചൈനീസ് പ്രതിരോധ മന്ത്രി ഡൽഹിയിൽ എത്തിയത്. വെടിനിർത്തൽ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സുഡാനിൽ നിന്നുള്ള ഇന്ത്യൻ രക്ഷാദൗത്യം ഊർജിതമായി തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്ന 3500ഓളം ഇന്ത്യക്കാരിൽ 1100 പേരെയാണ് ഇതിനകം ഓപ്പറേഷൻ കാവേരിയിലൂടെ രക്ഷപ്പെടുത്തിയത്. സുഡാനിൽ നിന്നുള്ള 19 മലയാളികൾ രാവിലെ കൊച്ചിയിലെത്തി. സുഡാനിലെ സ്ഥിതി സങ്കീർണമാണെന്നും തലസ്ഥാനമായ ഖാർത്തൂമിന് പുറത്ത് രക്ഷാദൗത്യം ദുഷ്കരമാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 72 മണിക്കൂർ വെടിനിർത്തലിന് സുഡാനിലെ സൈന്യവും അർദ്ധസൈനിക വിഭാഗവും ധാരണയിലെത്തിയെങ്കിലും തലസ്ഥാനമായ ഖാർത്തൂമിൽ മാത്രമാണ് കുറെയെങ്കിലും പാലിക്കപ്പെട്ടത്. മിക്കയിടത്തും വെടിവെപ്പും സ്ഫോടനങ്ങളും റിപ്പോർട്ട് ചെയ്തു. സുഡാനിലെ സാഹചര്യം സങ്കീർണമാണെന്നും ഖാർത്തൂമിന് പുറത്ത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിനയ് കൊത്ര. We have a situation that roughly in total 600 odd people, Indian nationals, have either arrived in India or are on their way. 3100 ഇന്ത്യക്കാരാണ് തിരിച്ചു നാട്ടിലെത്താൻ സുഡാനിലെ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ രക്ഷാദൌത്യം ഓപ്പറേഷൻ കാവേരിയുടെ ഭാഗമായി INS ടർക്കാഷ് കപ്പൽ കൂടി പോർട്ട് സുഡാനിലെത്തി. സുഡാനിൽ നിന്നും ഇന്ത്യയിലെത്തിയ 360 പേരുടെ ആദ്യ ബാച്ചിൽ ഉൾപ്പെട്ട 19 മലയാളികൾ നാട്ടിലെത്തി. ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നമ്മളിങ്ങനെ വിചാരിച്ചിട്ടില്ല. ഇത്രയും കുറെ കാലമായിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു രാജ്യമായിരുന്നു. ഒരു 2 ആർമി ഫാക്ഷൻസ് ഫൈറ്റ് ചെയ്ത് നമ്മൾ ഇതുവരെ വിചാരിച്ചില്ല. ദൈവാനുഗ്രഹം നമ്മളിവിടെ എത്തിയ അവസാനം. സുഡാനിൽ സംഘർഷത്തിൽ കൊല്ലപ്പെട്ട കണ്ണൂർ ആലക്കോട് സ്വദേശി ആൽബർട്ട് അഗസ്റ്റിന്റെ ഭാര്യയും മകളും നാട്ടിലെത്തി. രാത്രിയിൽ സുഡാനിൽ നിന്നും ജിദ്ദയിലെത്തിയവരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്വീകരിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സുഡാൻ രക്ഷാദൌത്യത്തിൽ അഭിനന്ദനീയമായ പങ്കുവഹിച്ച് ഇന്ത്യൻ വ്യോമസേനയിലെ വനിതാ പൈലറ്റ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഹർരാജ് കൗർ ബൊപ്പാരെ ആണ് സംഘർഷഭരിതമായ സുഡാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാനുള്ള സങ്കീർണമായ ഓപ്പറേഷൻ കാവേരിയിൽ പങ്കെടുത്തത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റാണ് C-17 ഗ്ലോബ് മാസ്റ്റർ. ഈ കൂറ്റൻ വിമാനം പറപ്പിക്കാൻ പരിശീലനം നേടി ഏക വനിതാ പൈലറ്റ് കൂടിയാണ് ഹർരാജ് കൗർ ബൊപ്പരായ്. ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ നിന്ന് ജിദ്ദയിലേക്കും സുഡാനിൽ നിന്ന് ഒഴിപ്പിച്ച് 246 പേരെയും വഹിച്ച് മുംബൈയിലേക്കും പറന്ന വിമാനമാണ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ഹർരാജ് കൗർ ബൊപ്പരായ് നിയന്ത്രിച്ചത്.
വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുംബൈയിൽ ഇറങ്ങിയ ഇന്ത്യക്കാരുടെ ചിത്രങ്ങൾ ട്വിറ്ററിൽ പങ്കുവച്ചു. AI ക്യാമറ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയെന്നും KR ജ്യോതിലാൽ എല്ലാത്തിനും കൂട്ടുനിന്നുവെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. നിബന്ധനകൾ ലംഘിച്ച് SRITക്ക് കരാർ നൽകിയത് എന്തിന് എന്നതുൾപ്പെടെയുള്ള 7 ചോദ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. 3 AI ക്യാമറകളിൽ ഒരു വിഭാഗം ക്യാമറ ഇടപാടിലാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ അന്വേഷണത്തിന്റെ പരിധിയിൽ പ്രതിപക്ഷത്തിന്റെ 7 ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. ചോദ്യങ്ങൾ ഇങ്ങനെ: നിബന്ധനകൾ ലംഘിച്ച് SRITക്ക് എന്തിന് കരാർ നൽകി? ടെൻഡർ ഡോക്യുമെന്റ് ലംഘിച്ച് ഉപകരാർ എന്തിന് നൽകി? കൺസ്ട്രക്ഷൻ കമ്പനി എങ്ങനെ യോഗ്യത നേടി? 2017 തുടങ്ങിയ അക്ഷര എങ്ങനെ യോഗ്യത നേടി? SRIT 9 കോടി നോക്കുകൂലി നൽകിയത് അഴിമതിയല്ലേ? സാങ്കേതിക യോഗ്യതയില്ലാത്ത SRITക്ക് എന്തിന് കരാർ നൽകി? 68 കോടി മെയിന്റനൻസ് കരാർ എന്തിന്? ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ സത്യം പുറത്തു കൊണ്ടുവരണം. ഈ സംസ്ഥാനത്ത് സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ഇത്. 2ാം SNC ലാവലിൻ എന്നാണ് UDF യോഗം ഇതിനെ വിലയിരുത്തിയത്. ഈ അഴിമതി ക്യാമറയെക്കുറിച്ച് സമഗ്രമായ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് UDF നേതൃത്വ യോഗം ആവശ്യപ്പെടുകയാണ്. AI ക്യാമറ വിവാദത്തിൽ കൂടുതൽ രേഖകൾ പുറത്തുവിട്ട രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയെന്ന് ആരോപിച്ചു. ആകെ 75 കോടി 32 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ ചെലവ്. SRITയുടെ കണക്ക് പ്രകാരം പദ്ധതി നടപ്പാക്കാൻ 83 കോടി 6 ലക്ഷം രൂപ മതി. SRITക്ക് സാങ്കേതിക സഹായം നൽകിയ ട്രോയിസ് കമ്പനി MD ജിതേഷിന് സർക്കാരിൽ വൻ സ്വാധീനമാണെന്നും ഉപകരാറെടുത്ത പ്രസോഡിയോ MD രാംജിത്ത് എന്തിനാണ് ക്ലിഫ് ഹൗസ് സന്ദർശിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഇതിനകം പുറത്തു വന്ന രേഖകളും റിപ്പോർട്ടുകളും ഞാൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളും എല്ലാം ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു: ഇത് കേരളം കണ്ട ഒരു വലിയ അഴിമതിയാണ് എന്ന കാര്യം. അന്വേഷണം നടക്കുന്നത് കൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന ന്യായീകരണമാണ് ഗതാഗത മന്ത്രി ആവർത്തിക്കുന്നത്. ഈ വിജിലൻസ് അന്വേഷണത്തിന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ട്രയൽ റൺ കഴിഞ്ഞതാണ്, എക്സിക്യൂഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു പരാതി വന്നതിന്റെ പേരിൽ ഈ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി നമ്മൾ ആ അന്വേഷണം പൂർത്തിയായി അതിന്റെ വിജിലൻസ് എല്ലാം നടപടി പൂർത്തിയാകുന്നത് വരെ ഒരു പദ്ധതിയും അങ്ങനെ നിർത്തിവെക്കാൻ കഴിയില്ല. നിർത്തിവെച്ച ചരിത്രവുമില്ലല്ലോ, അങ്ങനെ നിർത്തിവെക്കാൻ കഴിയുകയില്ലല്ലോ. ഇടപാടുകളുടെ മുഴുവൻ രേഖകളും പുറത്തുവിടുമെന്ന് വ്യവസായ മന്ത്രി പറഞ്ഞിട്ടും ഇതുവരെ അത് പ്രസിദ്ധീകരിക്കാൻ കെൽട്രോൺ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഇരുചക്രവാഹനങ്ങളിൽ 2 മുതിർന്നവർക്കൊപ്പം ഒരു കുട്ടിയെയും കൊണ്ടുപോകാൻ അനുമതി നൽകാൻ സർക്കാർ ആലോചന. ഇതിനായി നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കാനാണ് തീരുമാനം. ജനങ്ങളുടെ ആശങ്ക സർക്കാർ പരിശോധിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. അമ്മയ്ക്കും അച്ഛനുമൊപ്പം കൈക്കുഞ്ഞിനെ ഇരുചക്രവാഹനങ്ങളിൽ കൊണ്ടുപോയാലും പിഴ ഈടാക്കുന്ന നിയമത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുയർന്നത്. AI ക്യാമറകളിൽ ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴ ഈടാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ജനങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കി. ആ സാഹചര്യത്തിലാണ് നിയമത്തിൽ ഇളവ് നൽകാനാകുമോ എന്ന് സർക്കാർ പരിശോധിക്കുന്നത്. കേന്ദ്ര നിയമമായതിനാൽ ഭേദഗതി വരുത്തേണ്ടതും ഇളവ് നൽകേണ്ടതും കേന്ദ്ര സർക്കാരാണ്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം അടുത്ത മാസം 10 ചേരുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. കേരളത്തിൽ പൊതുവായി ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്ക് ഈ ആവശ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ ഉന്നയിച്ച് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ആവശ്യമായ ഒരു ഭേദഗതി വരുത്തണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്നതിനെക്കുറിച്ച് പരിശോധിക്കുവാൻ ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട്. സർക്കാർ തീരുമാനത്തിലെ പിശക് സമ്മതിക്കുന്നതും ജനങ്ങളുടെ ആശങ്കയ്ക്കൊപ്പം നിൽക്കുന്നതുമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ഭാര്യയും ഭർത്താവും ജീവനക്കാരനാണ്, കുട്ടിയുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നടപ്പിലായി വരുമ്പോൾ ഗവൺമെന്റ് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കേന്ദ്ര സർക്കാരിനെയാണ് പഴിചാരിയത്. 12 വയസ്സിൽ താഴെയുള്ള കുട്ടിക്ക് ഹെൽമറ്റ് ധരിച്ച് രക്ഷിതാക്കൾക്കൊപ്പം യാത്ര ചെയ്യാൻ അനുമതി നൽകുന്ന തരത്തിൽ നിയമ ഭേദഗതിയാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് 14-കാരിയുടെ ദുരൂഹമരണത്തിൽ സംശയമുന ലഹരി മാഫിയയിലേക്ക്. അമിത ലഹരി ഉപയോഗത്തെ തുടർന്നുണ്ടായ സെറിബ്രൽ ഹെമറേജ് ആണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് തുടരന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്.
സിവിൽ പോലീസ് ഓഫീസറുടെ ഏക മകളായ 14 വയസ്സുകാരിയെ ഒരാഴ്ച മുമ്പാണ് പാളയം പോലീസ് ക്വാർട്ടേഴ്സിലെ കിടപ്പുമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൈകാതെ മരണം സംഭവിച്ചു. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പെൺകുട്ടി ലഹരി ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയത്. പിന്നാലെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരും അമിത ലഹരി ഉപയോഗത്തെ തുടർന്നുണ്ടായ സെറിബ്രൽ ഹെമറേജ് അഥവാ തലച്ചോറിലെ രക്തസ്രാവമാണ് മരണകാരണമെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. വിദ്യാർത്ഥിനി ക്രൂരമായ ലൈംഗികാതിക്രമത്തിന് ഇരയായിരുന്നതായും പ്രകൃതിവിരുദ്ധ പീഡനം നടന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. പിന്നാലെ ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥിനിയുടെ അസ്വാഭാവിക മരണത്തിൽ അന്വേഷണം തുടങ്ങി. പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയ മുറിയിലടക്കം അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തി. ഇവിടെ നിന്നും ലഹരി പദാർത്ഥങ്ങൾ കണ്ടെടുത്തതായാണ് വിവരം. നഗരത്തിലെ പ്രമുഖ സ്കൂൾ കേന്ദ്രീകരിച്ച് നടന്ന ലഹരി മാഫിയയുടെ കെണിയിൽ വിദ്യാർത്ഥിനി ഇരയായെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. പോലീസ് ആസ്ഥാനത്തിന്റെ മൂക്കിൻ തുമ്പിൽ ലഹരി മാഫിയ തഴച്ചു വളരുന്നത് ഉന്നത സ്വാധീനത്തിന്റെ മറവിലാണെന്ന ആക്ഷേപവും ശക്തമാവുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. തിരുവനന്തപുരത്ത് തുറന്ന വാഹനത്തിൽ കോക്ടെയിൽ വിൽപ്പന നടത്തിയ യുവാവ് എക്സൈസ് പിടിയിൽ. കുമാരപുരം പൊതുജനം റോഡിൽ വാനിൽ പരസ്യമായി കോക്ടെയിൽ വിൽപ്പന നടത്തിയ ഇഷാൻ നിഹാൽ ആണ് അറസ്റ്റിൽ ആയത്. എക്സൈസിന് വാട്സപ്പ് വീഡിയോ വഴി ലഭിച്ച ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 10 ലിറ്റർ വിദേശ മദ്യവും 38 ലിറ്റർ ബിയറും കണ്ടെടുത്തു. സമൂഹ മാധ്യമങ്ങളിൽ കോക്ടെയിൽ വിൽപ്പനയെക്കുറിച്ച് പരസ്യം നൽകുകയും ചെയ്തിരുന്നു. അബ്കാരി നിയമലംഘനത്തിനാണ് കേസെടുത്തത്. വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ട്. 13-കാരനെ പീഡിപ്പിച്ച കേസിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ കെ ഗിരീഷിന് 26 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 4 വർഷം അധികമായി തടവ് ശിക്ഷ അനുഭവിക്കണം. മാനസിക പ്രശ്നങ്ങൾക്ക് കൗൺസിലിംഗിന് എത്തിയ 13-കാരനെ പലതവണ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ. അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതി മറ്റൊരു പോക്സോ കേസിലും പ്രതിയാണ്. സ്പെഷ്യൽ കോടതി ജഡ്ജി ആജ് സുദർശനാണ് കേസിൽ വിധി പറഞ്ഞത്. RS വിജയമോഹനായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. മലയാളത്തിന്റെ പ്രിയ നടൻ മാമുക്കോയയ്ക്ക് അന്ത്യയാത്രാമൊഴി. കോഴിക്കോട് കണ്ണപ്പറമ്പ് ഖബറിസ്ഥാനിൽ ആയിരുന്നു ഖബറടക്കം. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. അരക്കിണറിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയത്. 9:30 മൃതദേഹം അരക്കിണർ ജുമാ മസ്ജിദ് പള്ളിയിലേക്ക് മയ്യത്ത് നമസ്കാരത്തിന് കൊണ്ടുപോയി. സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് കണ്ണമ്പറമ്പ് ജുമാ മസ്ജിദിലും മയ്യത്ത് നമസ്കാരം നടത്തി. ജനനിബിഡമായിരുന്നു കണ്ണമ്പറമ്പ് ഖബർസ്ഥാനം. പ്രിയ നടനെ, നാട്ടുകാരനെ ഒരു നോക്കു കാണാൻ ജനങ്ങൾ ഒഴുകിയെത്തി. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഖബറടക്കം. ഒടുവിൽ മലയാളത്തിന്റെ മഹാനടനെ ജന്മനാട് വിട ചൊല്ലി. കണ്ണമ്പറമ്പിൽ മാമുക്കോയ വിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനിൽ ഒരു പിടി മണ്ണ് വാരിയിട്ടാണ് കലാകേരളം നടന്നു നീങ്ങിയത്. കല്ലായിപ്പുഴയും മരത്തടികളും നാടകവും സിനിമയുമൊന്നുമില്ലാത്ത ലോകത്തേക്ക് പ്രിയ മാമുക്കോയ യാത്രയായിരിക്കുന്നു. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കും സ്വരൂപ് നിവേദിക്കുമൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്.
ജിയോ സിനിമ ഡിജിറ്റൽ സ്ട്രീമിംഗിലൂടെ മൊബൈലിലും ഇന്റർനെറ്റ് കണക്ട് ചെയ്ത ടിവിയിലും സ്റ്റാർ സ്പോർട്സിനേക്കാൾ 3 ഇരട്ടി IPL കാഴ്ചക്കാർ. IPL പരസ്യ ഫലപ്രാപ്തി നിർണയ റിപ്പോർട്ടർ ആയ സ്കോർ പ്രകാരമാണ് ഈ കണക്കുകൾ. 73% കാഴ്ചക്കാരും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ IPL സ്ട്രീം ചെയ്യുന്നു. കൂടാതെ 27% കാഴ്ചക്കാർ മാത്രമാണ് കേബിൾ DTH വഴി IPL കാണുന്നത്. കേബിളിലോ DTHലോ കാണുന്നതിനേക്കാൾ കൂടുതൽ കാഴ്ചക്കാർ IPL സ്ട്രീം ചെയ്യുന്നത് സ്മാർട്ട് ടിവികളിലൂടെയാണ് എന്നും സ്കോർ വിശദീകരിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ഝാർധാം ക്ഷേത്രങ്ങൾക്ക് ചുറ്റുപാടുമായി ജിയോ 5G സേവനങ്ങൾ ആരംഭിച്ചു. കേദാർനാഥ്, ബദ്രിനാഥ്, യമുനോത്രി, ഗംഗോത്രി ധാമുകൾ സന്ദർശിക്കുന്ന തീർത്ഥാടകർക്ക് തടസ്സമില്ലാത്ത വേഗതയേറിയ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ റിലയൻസ് ജിയോ 5G സേവനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഉടനീളമുള്ള എല്ലാ ജിയോ 5G ഉപയോക്താക്കൾക്കും ജിയോയുടെ 5G നെറ്റ്വർക്കിലേക്ക് പ്രവേശിക്കാനും 5Gയുടെ അനന്തമായ സാധ്യതകൾ അനുഭവിക്കാനും ഇത് വഴിയൊരുക്കും. ബദ്രിനാഥ്, കേദാർനാഥ് ക്ഷേത്ര കമ്മിറ്റി ചെയർമാൻ അജേന്ദ്ര അജയ് പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. BKTC വൈസ് ചെയർമാൻ കിഷോർ പൻവാർ, BKTC CEO യോഗേന്ദ്ര സിംഗ്, ബദ്രിനാഥിലെ മുഖ്യപുരോഹിതൻ ഈശ്വർ പ്രസാദ് നമ്പൂതിരി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് അതിവേഗ ഡേറ്റ നെറ്റ്വർക്ക് പ്രയോജനപ്പെടുത്താൻ ഈ സൗകര്യം സഹായകമാകും. സംസ്ഥാന തലസ്ഥാനമായ ഡെറാഡൂൺ മുതൽ ഇൻഡോ തിബറ്റ് അതിർത്തി വരെയുള്ള ഉത്തരാഖണ്ഡിലെ അവസാന ഇന്ത്യൻ ഗ്രാമമായ മന വരെ സംസ്ഥാനത്ത് ഉടനീളം ജിയോ സേവനം ലഭ്യമാണ്. കേദാർനാഥ് ധാമിൻ്റെ ട്രക്ക് റൂട്ടിലും 13,650 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹേമകുണ്ട് സാഹിബ് ഗുരുദ്വാരയിലും ഉൾപ്പെടെ എല്ലാ ചാർധാമുകളിലും സാന്നിധ്യമുള്ള സംസ്ഥാനത്തെ ഏക ഓപ്പറേറ്റർ റിലയൻസ് ജിയോ ആണ്. रिलायंस जियो ने उत्तराखंड के चार धाम मंदिर परिसर में अपनी 5G सेवाओं की शुरुआत की है. चार धाम यात्रा के प्रारंभ में ही 5G सेवाएं शुरू करने के लिए और राज्य के डिजिटल परिदृश्य में परिवर्तनकारी बदलाव लाने के लिए मैं जियो को बधाई और धन्यवाद देता हूं. इस सुविधा से प्रदेश के और देश के विभिन्न हिस्सों से आने वाले लाखों तीर्थयात्री हाई स्पीड डेटा नेटवर्क का लाभ उठा सकेंगे. चार धाम में सफल 5G सेवाओं के प्रारंभ के साथ ही जियो न केवल मुख्य शहरों में बल्कि राज्य के दूर दराज के धार्मिक स्थानों पर भी 5G सेवाएं प्रदान करने की अपनी प्रतिबद्धता पर खरा उतरा है. साथ ही जियो के मजबूत डेटा नेटवर्क की मदद से चार धाम यात्रा के दौरान आपदा प्रबंधन, सर्विलांस और रियल टाइम बेसिस पर यात्रा की निगरानी रखी जा सकेगी. मैं जियो को पुनः धन्यवाद देता हूं, जो प्रदेश की दुर्गम भौगोलिक संरचना में भी तेजी से कार्य करते हुए प्रदेशवासियों को डिजिटल सेवाएं उपलब्ध करवा रहा है. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.